നമസ്കാരം. കോൺഗ്രസിനായി പ്രവർത്തിച്ചവരെയും പോഷക സംഘടനക്കാരെയും സർക്കാർ നിയമനങ്ങളിൽ ആവശ്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ലെന്ന തരത്തിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ ഉയർത്തിയ പരാതി തള്ളിയ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ KSU കടുത്ത അതൃപ്തിയിലാണ്. പ്ലീഡർ നിയമനത്തിൽ KSU യൂണിറ്റ് കമ്മിറ്റിക്ക് എന്താണ് കാര്യമെന്ന ചോദ്യമാണ് KSUക്കാരെ ചുടിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധവും ഉടലെടുത്തിട്ടുണ്ട്. KSUവിനെ അപമാനിച്ച വികാരത്തിലാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ. വിഷയത്തിൽ KSUവിനെ വിമർശിച്ച മുഖ്യമന്ത്രി VD സതീശനെതിരെ പരോക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ. KSUക്കാരെ ക്യാമ്പസിൽ തല്ലുന്നതിന് പിന്തുണയ്ക്കുന്നവരെ ന്യായീകരിക്കാൻ എൻ്റെ നാവ് പൊന്തില്ലെന്നാണ് ജിൻഡോ കുറിക്കുന്നത്. ജിൻഡോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ദ സ്റ്റോളൻ ജനറേഷൻ ഒരു വർഷം മുമ്പ് വായിച്ച ഒരു കോളേജ് മാഗസിനാണ്. 2001-2002 കാലഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ ഒരുക്കിയ നിലപാടുകളുടെ അക്ഷരക്കൂട്ട്. പെരിച്ചാഴികൾ എങ്ങനെയാണ് നമ്മുടെ ബോധ്യങ്ങളെ തുരന്നെടുക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ 418 പേജുകൾ. അക്കാദമിക രാഷ്ട്രീയ രംഗങ്ങൾ മുതൽ മനുഷ്യവിനിമയത്തിന്റെ സകലയിടത്തും പെരിച്ചാഴികളെ കാണാൻ കഴിയും. അവർ സാഹചര്യങ്ങളുടെ ആനുകൂല്യങ്ങൾ സമർത്ഥമായി ഉപയോഗിച്ച് മാനിപ്പുലേറ്റഡ് വിഗ്രഹവൽക്കരണത്തിലൂടെ അനുദിനം മുന്നേറും. പ്രതിച്ഛായ നിർമ്മിതിയുടെ എളുപ്പത്തിനായി ഏറ്റവും ദുർബലവാദങ്ങളെയും അങ്ങേയറ്റം ദുർബലരായ എതിരാളികളെയും ആക്രമിച്ച് മിടുക്കരാകും. താല്പര്യ പൂർത്തീകരണത്തിനായി സ്പൈറൽ ഗോവണി കയറുന്നവർക്ക് സെലക്റ്റീവ് ഉത്തരങ്ങൾ മാത്രം വായ്ത്താരിയിട്ട് മിടുക്ക് തുടരാം. ഓർമ്മകൾ പോലും മോഷ്ടിക്കപ്പെടുന്ന മനുഷ്യർക്ക് പ്രതിരോധമുണ്ടാകില്ലല്ലോ. വന്ന വഴികളും കൈപിടിച്ച മനുഷ്യരും വെറും ചവിട്ടുപടികൾ മാത്രം. ചെരുപ്പിലെ പൊടിയും അഴുക്കും തട്ടിക്കുടഞ്ഞ് കടന്നു പോകാനുള്ള താൽക്കാലിക ഇടങ്ങൾ മാത്രം. രാജപാതകങ്ങൾക്ക് ചവിട്ടി കടന്നു പോകാൻ ശിരസ് കാണിക്കുകയാണ് വിധേയദാസന്റെ ആദ്യ കടമയെന്നർത്ഥം. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലങ്ങളാണല്ലോ. പറഞ്ഞതെല്ലാം മറക്കാനുള്ളത് മാത്രമാണെന്ന് സാരം. രാഷ്ട്രീയ അൾഷിമേഴ്സ് ബാധിക്കുന്നവർക്ക് പട്ടേലരുടെ സെന്റിമെന്റിന്റെ മണം വിളമ്പുന്ന തൊമ്മിമാർ കൂടിയുണ്ടെങ്കിൽ ന്യായീകരിച്ച് കാലം പോക്കാം. അനീതി പർവ്വങ്ങളുടെ ഇരുണ്ട കാലം താണ്ടി ആഗ്രഹങ്ങളുടെ കടലായി ആർത്തലച്ച് കാത്തിരിക്കുന്ന മനുഷ്യർക്ക് നീതി വേണമെന്നും അത് കഴിവതും നേരത്തെ വേണമെന്നും തോന്നാം. പക്ഷേ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന ദർബാറുകളിൽ പടയാളികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നതാണ് രാജശാസനം. തിരുമനസ് കൽപ്പിച്ചു നൽകുന്നത് മാത്രമാണ് നീതിയെന്ന് പോരാളികൾ സ്വയം വിശ്വസിക്കുകയും വേണം. രാജാവിനേക്കാൾ വലിയ രാജഭക്തരും കൊട്ടാരം വിദൂഷകരും പ്രീതി പറ്റുന്നതിനായി വാഴ്ത്തുകൾ പാടിക്കൊണ്ടേയിരിക്കും. രാജാക്കന്മാർ മാറി വന്നാലും രാജാധികാര രീതികൾ തുടർച്ചയാണ്. അധികാരം ഒഴിയുമ്പോൾ മാത്രം തിരിച്ചറിവിന്റെ കണ്ണാടി നോക്കുന്നവരുടെ എണ്ണം കൂടുന്ന കാലത്ത് സത്യം പറയാൻ കുട്ടികൾ വേണം. സൂര്യ വെളിച്ചം കടം കൊണ്ട ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മന്നവന്മാരുടെ നഗ്നത വിളിച്ചു പറയാൻ കുട്ടികൾ വേണം. പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് കാര്യമില്ലെന്ന് പറയും പോലെ കുട്ടികളല്ലേ എന്ന് ആക്ഷേപിച്ചാലും രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് എത്തിയെങ്കിലും ഫ്യൂഡൽ രീതികൾ തികട്ടി വരുന്നവരോട് ഭയമില്ലാതെ സത്യം പറയാൻ അധികാരപ്രീതിക്കായി കണ്ണിറുക്കി അടയ്ക്കുന്നവരുടെ ഇടയിൽ കുട്ടികൾ തന്നെ വേണം. എത്ര പുസ്തകങ്ങൾ വായിച്ചു, എത്ര ഉത്തരങ്ങൾ കാണാതെ പഠിച്ചെഴുതി എന്നതൊന്നുമല്ല, എത്ര ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികൾ പ്രാപ്തരായി എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ മികവ്. ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം, ചോദിക്കാൻ കുട്ടികളും. ചോദ്യങ്ങളുമായി കടന്നു വരുന്ന കുട്ടികൾക്ക് ഇന്നും KSUകാരൻ തന്നെ ആയിരിക്കുന്നവന്റെ ആശംസകൾ. അധികാരത്താണൽ പറ്റാൻ പിൻവാതിൽ കയറിയോ ഭാഗ്യാന്വേഷിയായ പ്രൊഫഷണലായി പ്രച്ഛന്ന വേഷം കെട്ടിയോ KSU ആയതല്ല. പോലീസ് മർദ്ദനങ്ങളും പരിക്കും ജയിലും പട്ടിണിയും എതിരാഷ്ട്രീയക്കാരുടെ അപമാനവും ആക്ഷേപവും അക്രമവും സഹിച്ച് സംഘടനാ പ്രവർത്തനം നടത്തി വന്നവർക്ക് ശീലമില്ലാത്ത കാഴ്ചകളിൽ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കണം, ചോദിക്കാൻ കുട്ടികളും. അപ്രഖ്യാപിത അംഗത്വ വിലക്കുള്ള ചില സംവിധാനങ്ങൾ തയ്യാറാക്കുന്ന ലിസ്റ്റുകളിൽ എന്തുകൊണ്ട് ആക്ഷേപകാരണമായ പേരുകൾ കയറിക്കൂടിയെന്ന് പരിശോധിക്കപ്പെടണം. ആരൊക്കെയായിരുന്നു ശുപാർശക്കാരെന്നും വിവാദ വ്യക്തികളല്ലാതെ മറ്റാരും കഴിവുള്ളവരായി ഉണ്ടായിരുന്നില്ലേ എന്നും ആലോചിക്കണം. പിണറായി ഭരണത്തിന്റെ 10 വർഷങ്ങളിൽ ആ പട്ടേലരുടെ സെന്റിന്റെ മണം മാത്രം ശ്വസിച്ച് കണ്ണടച്ചിരുന്ന SFI അല്ല KSU എന്ന് പഠിച്ചവരോടും കരിസ്മാറ്റിക് ക്ലാസുകളോടും കടപ്പാട്. പണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സമരം ചെയ്ത് പോലീസ് ചവിട്ടിയൊടിച്ച കാലുമായി മാസങ്ങളോളം വീട്ടിൽ കിടക്കുമ്പോൾ കുസാറ്റിലെ SFIയുടെ തല്ലുകാരനായ വടക്കേക്കോട്ട് വക്കീലും ഇന്ന് UDF കാലത്തെ പ്ലീഡർ. ഇതുപോലെ പലരുമുണ്ട്. വ്യക്തികളോടല്ലല്ലോ വ്യവസ്ഥകളോടാണല്ലോ കലഹം. അതുകൊണ്ട് പേരുകൾ പറയുന്നില്ല. ഇവരൊക്കെ UDFൽ വന്നത് അറിഞ്ഞില്ല. അടിയന്തരാവസ്ഥ ഒന്നും ഇല്ലായിരുന്നല്ലോ രഹസ്യമായി പാർട്ടിയിൽ ചേരാൻ. ഇവരിൽ കവിഞ്ഞ് മറ്റാർക്കും പ്രാഗൽഭ്യം ഇല്ലെന്നാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. സന്ദീപ് വാര്യർ BJP വിട്ട കാലം മുതൽ കോൺഗ്രസ് ആണെന്ന് പരസ്യ നിലപാടുണ്ട്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും അമ്പലപ്പുഴയിലും കൊട്ടാരക്കരയിലും ഒക്കെ മത്സരിച്ചവർ പിണറായി മോദി വിരുദ്ധ രാഷ്ട്രീയം തുറന്നു പറയുന്നവരാണ്, പരസ്യ നിലപാടുള്ളവരാണ്. RSS പശ്ചാത്തലമൊക്കെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ വിഷമമുണ്ട്. ദേശാഭിമാനി കൈരളി റിപ്പോർട്ടർമാരോ പിണറായി വിജയൻ എന്ന ദുർബല പ്രതിരോധമോ തമ്മിൽ തല്ലി തകർന്ന തരിപ്പണമായ LDFോ കപ്പിത്താനെ കണ്ണടച്ച് ന്യായീകരിച്ച് വിശ്വാസ്യത കപ്പൽ കയറിയ DYFI SFI അതിദുർബല പ്രതിഷേധമോ അല്ല. ഓർമ്മകൾ കെട്ടുപോകാത്ത വെറും മനുഷ്യർക്കാണ് ഉത്തരം വേണ്ടത്. കുറച്ചു കാലം മുമ്പ് തേവര കോളേജിലെ KSU പ്രവർത്തകരെ മർദ്ദിച്ച ഒരു SFIക്കാരന് വേണ്ടി കാലടിയിലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റേത് കോൺഗ്രസ് കുടുംബമാണെന്നും മകൻ കോളേജിൽ SFI ആയതുകൊണ്ട് നടന്ന അക്രമമാണെന്നും സഹായിക്കണമെന്നും ശുപാർശ. അച്ഛനും അമ്മയും വീട്ടുകാരും കോൺഗ്രസ് ആയിരിക്കും, പക്ഷേ ക്യാമ്പസിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന KSUക്കാരെ ആക്രമിക്കുന്നവർക്ക് അതിന് കൂട്ടു നിൽക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളതായിരുന്നു ഞാനെടുത്ത നിലപാട്. രാഷ്ട്രീയം പറഞ്ഞും പ്രവർത്തിച്ചും അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചും കടന്നു വന്ന ഒരു KSUക്കാരന് അങ്ങനെ പറ്റൂ. അതിൽ കുറഞ്ഞുള്ള ഡിപ്ലോമസി മതിയെന്ന് തോന്നി. നേതാക്കളുടെ മക്കൾ ഒരുപാട് പേർ മടിച്ചു മാറി നിൽക്കുമ്പോൾ ആ ദീപശിഖാന്തിത നീലപതാക പിടിക്കാൻ ഈ ഒരു കാര്യവുമില്ലാത്ത പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. KSUക്കാരെ ക്യാമ്പസിൽ തല്ലുന്നതിന് പിന്തുണയ്ക്കുന്നവരെ ന്യായീകരിക്കാൻ എൻ്റെ നാവ് പൊന്തില്ല.
വീട്ടുകാർ കോൺഗ്രസ് ആയതിന്റെ പേരിൽ കൊടുക്കേണ്ടതല്ല രാഷ്ട്രീയ നിയമനങ്ങൾ. നിയമനം കിട്ടിയവരിൽ പലരും അകന്ന ബന്ധുക്കളുടെ പോലും വിദൂര കോൺഗ്രസ് ബന്ധം ചെയ്യുന്ന തിരക്കിലാണ്. കിട്ടിയ പോസ്റ്റിൽ എങ്ങനെയും അള്ളിപ്പിടിച്ചിരിക്കണമല്ലോ. CPI, CPM, BJP മുതലായ മുൻകാല രാഷ്ട്രീയത്തിന്റെ പേരിലല്ല, ഇപ്പോഴും അജ്ഞാതമായ കോൺഗ്രസ് പ്രവർത്തനത്തിന്റെ പേരിലാണ് അവരോടുള്ള വിമർശനം എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.